ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നെജു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പ റെസിപ്പി ആയിട്ടാണ്. അരി പൊടിക്കുകയും അരി കുതിർത്ത് വെക്കുകയും ചെയ്യാതെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. പിന്നെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കിയ ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ടതില്ല. ഉണ്ടാക്കിയ അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റവയാണ്. അപ്പോൾ ഒരു 3/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര യൂസ് ആക്കാം. അപ്പോൾ ഞാൻ 2 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സി എടുക്കുക. മിക്സിയിൽ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് തന്നെ 3/4 കപ്പ് റവ ഇട്ട് കൊടുക്കുക. അപ്പോൾ വറുത്തതോ വറുക്കാത്ത ഏത് റവ ആയാലും നോ പ്രോബ്ലം. പിന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ശർക്കര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കരയും തേങ്ങയും റവയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയാണ്. അപ്പോൾ ഈ ഒരു അളവിലെടുക്കുമ്പോൾ ഇതിലേക്ക് ഒരു മുട്ട മാത്രം മതിയാവും. പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ അളവുകളും കൂട്ടി കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് 3 ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെള്ളം യൂസ് ആക്കുമ്പോൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക. പിന്നെ അരച്ചെടുക്കുമ്പോൾ അധികം ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട, റവയല്ലേ അപ്പോൾ കുറച്ച് തരിയൊക്കെ ഉണ്ടായിക്കോട്ടെ. കാരണം ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഒരു തരിയോട് കൂടാകുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ ഉണ്ണിയപ്പത്തിന്. അപ്പോൾ പിന്നെ ഇതൊരു ബൗളിലേക്ക് അരച്ചെടുത്തത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാൻ വെക്കാം. അപ്പോൾ ഇതിൽ ഏലക്കായ ഞാൻ പൊടിക്കാതെ ചേർത്തത് കൊണ്ടാണ് ഇതുപോലെ ഉള്ളത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കുക, ഇല്ലാച്ചാൽ നമുക്കതിൽ തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടാവുന്നൊരു സമയം കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് മൂടി വെച്ചാൽ മതിയാവും. റവയല്ലേ പെട്ടെന്ന് സോക്കായി കിട്ടും. റവ സോക്കാവുന്ന സമയത്ത് കുറച്ചും കൂടി ടൈറ്റിലായി കിട്ടും മാവ്. അപ്പോൾ അധികം നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല. ജസ്റ്റ് ആ ഓയിൽ ചൂടാവുന്ന ഒരു സമയം കൊണ്ട് തന്നെ കുറച്ച് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടായിട്ടുള്ള ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവും മാവ് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ചെറുതായിട്ടൊക്കെ അങ്ങോട്ടേക്ക് സ്പ്രെഡായി പോകുന്നുണ്ട്. അതിൻ്റെ കാര്യം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതത് സെക്കൻഡ് ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് അത്രയൊന്നും സ്പ്രെഡായി പോകുന്നില്ല. സ്പ്രെഡായിന്ന് വെച്ചിട്ട് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ഉണ്ണിയപ്പം കിട്ടും. പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക, ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ചൂട്, നല്ല തിളച്ച് പോകരുത്. കുറച്ചൊന്ന് ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച ശേഷം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലാണ് ഇത് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ നിന്നാണ് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മറിച്ചിടാനൊക്കെ കഴിയും കേട്ടോ. ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മറിച്ചെടുക്കാനൊക്കെ കഴിയും. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ കുറഞ്ഞ സമയം മാത്രം മതി. നമ്മൾ അരിയൊക്കെ കുതിർത്ത് വെച്ച് അരി അരച്ച് അല്ലെങ്കിൽ അരിപ്പൊടിയായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന് ഒരുപാട് സമയവും അതുപോലെ തന്നെ മറ്റ് പല ഇൻഗ്രീഡിയൻസും ചേർക്കേണ്ടി വരും. പക്ഷേ ഇത് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം കോരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കിയുള്ള മാവ് ഇതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കമൻറ്റുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ഇൻസ്റ്റൻറ്റ് അമൃതപ്പൊടിയുടെ ഉണ്ണിയപ്പം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. കുറച്ച് മുന്നേ അപ്ലോഡ് ആക്കിയാണ്. അപ്പോൾ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണാം.
അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാം. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.